ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ബൊക്കേൻ്റെ വീഡിയോ ആട്ടോ കാണാൻ പോകുന്നത്. ഒരു സിമ്പിളായിട്ടുള്ളൊരു ബ്രൈഡൽ ബൊക്കെ. ബ്രൈഡലിനും നിങ്ങൾക്ക് വേറെ ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഒരു സിമ്പിളായിട്ടുള്ളൊരു റോസ് ബൊക്കേൻ്റെ വീഡിയോ ആട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. നമ്മൾ വൈറ്റ് കളർ റോസും ജിപ്സം ഫ്ലവർ അഥവാ ബേബി ബ്രത്ത് എന്നൊക്കെ ഇതിന് പറയും കേട്ടോ. ഈ രണ്ട് ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ ബൊക്കെ കംപ്ലീറ്റ് ചെയ്യണത്. പിന്നെ ഇതിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്നത് ജ്യൂട്ട് ത്രെഡാണ്. ജ്യൂട്ട് ത്രെഡ് അല്ലെങ്കിൽ നമ്മൾ നമ്പർ 10 ത്രെഡ് ഉണ്ട്, കുറച്ച് കട്ടിയുള്ളൊരു നൂല, അത് വെച്ചിട്ടാണ് നമുക്ക് ടൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സൈഡ് ഇങ്ങനെ ചുറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ജ്യൂട്ട് ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് റിബൺ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടം അനുസരിച്ചിട്ട് നമുക്ക് ചേഞ്ച് കൊടുക്കാം. ഓരോ ടൈപ്പ് ഇനി ജ്യൂട്ടിൻ്റെ തന്നെ പല ടൈപ്പ് ഇത് ലേസൊക്കെ വരുന്നുണ്ട്, അങ്ങനെ കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. നമുക്ക് ഈ ബൊക്കയിൽ വന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അധികവും മുട്ടുകളായിരുന്നു, പൂവിൻ്റെ മുട്ടകളായിരുന്നു. വിരിയാത്തതുകൊണ്ട് അതിൻ്റെ കുറച്ച് അപാകതകൾ ഉണ്ടായിരുന്നു. പൂ വിരിഞ്ഞ കാണുന്ന അത്ര ഭംഗി ഉണ്ടാവില്ലല്ലോ ഈ മുട്ടായിട്ട് കാണുമ്പോൾ. ഓക്കെ, എല്ലാ ഫ്ലവേഴ്സും എല്ലാം ഓക്കെയാണ്, പക്ഷേ വിരിയാത്തതിൻ്റെ ഒരു അപാകത ഉണ്ടായിരുന്നല്ല, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അധികം പ്രീ ബുക്ക് ചെയ്യാറാണ് കേട്ടോ ഫ്ലവേഴ്സൊക്കെ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് പോയി ചോദിച്ചാൽ നമുക്ക് അങ്ങനെ ഫ്ലവേഴ്സൊന്നും കിട്ടില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ റെഡ് കളറാണെങ്കിൽ പിന്നെയും കിട്ടും. ഈ വൈറ്റ്, പിങ്ക് അങ്ങനത്തെ കളേഴ്സൊന്നും അങ്ങനെ നേരത്തെ ബുക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് കിട്ടുമല്ലോ. നമ്മൾ ആദ്യം പറഞ്ഞു വെക്കണം. മാക്സിമം ഫ്ലവേഴ്സൊക്കെ നമ്മൾ നോക്കിയിട്ട് തന്നെ എടുക്കാൻ നോക്കുക. ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാതും ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഓക്കെ ആയ ഫ്ലവേഴ്സ് മാത്രം എടുക്കുക. ഒരുപാട് വിരിഞ്ഞതും നല്ല മുട്ടായിട്ടുള്ളതും എടുക്കാതിരിക്കുക. നമുക്ക് ടൈമിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടിയതെടുത്ത് വേഗം വരേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ നോക്കാനുള്ളൊരു ഗ്യാപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജിപ്സം ഫ്ലവർ ഓരോ ഷോപ്പിൽ ഓരോ ക്വാണ്ടിറ്റി ചേഞ്ചസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയാണ് വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുക്കുക. ചില സമയത്ത് ഈ ജിപ്സം ഫ്ലവറിൻ്റെ മുട്ടൊക്കെ കുഞ്ഞിതാവും, ചിലപ്പോൾ നല്ല വിരിഞ്ഞിട്ടാവും. ഇതിലുള്ള ഫ്ലവേഴ്സ് ഒന്നും കൂടി വിരിഞ്ഞിട്ടാണ്. നോർമലി കണ്ണിനൊക്കെ കുറച്ചും കൂടി ഒരു വലിപ്പമുള്ള ടൈപ്പാട്ടോ, ഇതിൽ ഒന്നും കൂടി വിരിഞ്ഞിട്ടുണ്ട്. ബൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട മെയിൻ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ചുറ്റുള്ള ഈ റോസ് ഫ്ലവറിൻ്റെ ചുറ്റും ഒരുപാട് ഉണങ്ങിയ ഇതളുകളും വാടിയിട്ടുള്ളതും പിന്നെ ഇങ്ങനെ പൊട്ടിപ്പോയ ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം അതൊക്കെ എടുത്ത് കളയാൻ നോക്കുക. അപ്പോൾ വളരെ ചെറിയ റോസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കളയാനൊന്നും ഉണ്ടാവില്ല, എന്നാലും ഭയങ്കര വാടിയിട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്ന ആ ഇതളകളൊക്കെ മാക്സിമം കളഞ്ഞ് കുറച്ചൊരു നീറ്റ് ആൻഡ് ടൈഡ് ആയിട്ട് കൊടുക്കുക. പിന്നെ ഈ ലീവ്സൊക്കെ ഉണ്ടാവുമല്ലോ, ലീവ്സും പിന്നെ ആ മുള്ളും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയുക. നമുക്ക് കൈ കൊണ്ട് പൊട്ടിച്ചെടുക്കാൻ പറ്റും മുള്ളൊക്കെ. നമുക്ക് ടൈം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് സിസേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ പോവും. സൂക്ഷിച്ച് ചെയ്യണം, ഇല്ലയെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പൊട്ടിപ്പോവും. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ മാക്സിമം നോക്കിയിട്ട് ചെയ്യാം. ഫ്ലവേഴ്സൊക്കെ ഒന്ന് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ എങ്ങനെയാണോ അറേഞ്ച് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് അതിനനുസരിച്ച് ഇങ്ങനെ വെച്ച് നോക്കുക. ആദ്യം ചുറ്റിനും മുന്നേ തന്നെ നൂല് വെച്ച് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുമല്ലോ, ടൈറ്റ് ചെയ്യണ മുന്നേ തന്നെ നമ്മളൊന്ന് വെച്ച് നോക്കുക. ഓക്കെ ആണോ, ഇങ്ങനെയാണോ നമ്മൾ വിചാരിച്ചിട്ടുള്ളതെന്നൊക്കെ നോക്കിയിട്ട് വെക്കുക. പിന്നെ പല പല മോഡലുണ്ട്. നമ്മൾ ചീനിയിൽ നമ്മൾ ജിപ്സം ഫ്ലവേഴ്സ് ഇടയിൽ കൊടുക്കുകയാണ്, അതുകൊണ്ട് നമ്മൾ ഇടയിൽ ഇങ്ങനെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് പിന്നെയും ടൈ ചെയ്യാണ് കേട്ടോ ചെയ്യണത്. ഇത് നമുക്ക് ഒയാസിസ് മൈക്കിൽ വെച്ചിട്ടും ചെയ്യാം, അല്ലാതെ നമുക്ക് ഒയാസിസ് കിട്ടുമല്ലോ ഈ ഫ്ലവർ ഫോമിൽ വെച്ചിട്ടും ചെയ്യാം. ഇത് പിന്നെ നമ്മളിങ്ങനെ കയ്യിൽ പിടിക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒയാസിസ് മൈക്ക് വെച്ചിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മളൊരു ക്ലാസിക് ലുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതങ്ങനെ റോസൊക്കെ ടൈ ചെയ്ത് നല്ലോണം ടൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. നമ്മൾ ലോക്ക് ചെയ്യുന്ന ടൈമിൽ മാക്സിമം നന്നായിട്ട് തന്നെ ഒന്ന് മുറുക്കി വലിച്ചു കഴിഞ്ഞാൽ അത് നന്നായിട്ട് നിൽക്കും. ഇപ്പോൾ ജ്യൂട്ട് ത്രെഡ് ആയാലും നോർമൽ നമ്പർ 10 ത്രെഡ് ആയാലും നോർമൽ ത്രെഡ് യൂസ് ചെയ്യരുത് കേട്ടോ. യെസ്, കുഴപ്പമൊന്നുമില്ല, പക്ഷേ നമുക്ക് ഒന്നും കൂടി ടൈറ്റിൽ നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്പർ 10 ത്രെഡ് പോലുള്ള കുറച്ചും കൂടി കട്ടിയുള്ള നൈസായിട്ടുള്ളതാണെങ്കിലും കട്ടിയുള്ള ത്രെഡ് നോക്കുന്നുണ്ട്, ബലമുള്ളത് അങ്ങനത്തത് യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അങ്ങനെ ടൈ ചെയ്ത് ഇങ്ങനെ ഷേപ്പും കാര്യങ്ങളും നമ്മൾ വിചാരിച്ചതിൽ നിൽക്കണുണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് ഏകദേശം അതിൻ്റെ ഒരു ഐഡിയ കിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ. അപ്പം നമ്മളെ ബൊക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പം നമ്മൾ ഈ ബൊക്കെ ഒരു എൻഗേജ്മെൻറ്റ് ഹാമ്പറിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളതായിരുന്നു കേട്ടോ. നമുക്ക് ഗ്രൂം തന്നിട്ടുള്ള വർക്കായിരുന്നു. ഒരു 4 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു ബൊക്കെയും 3 ഹാമ്പേഴ്സുമാണ്. ഒന്ന് കോസ്മെറ്റിക് ബൊക്കെയും പിന്നെ ചോക്ലേറ്റ്സിൻ്റെ 2 ബാസ്ക്കറ്റുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫുൾ സെറ്റ് ചെയ്ത വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ പറയൂ കേട്ടോ. എന്തെങ്കിലും ട്യൂട്ടോറിയൽ വേണം, എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ ഒപ്പീനിയനും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതും പറയൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ എൻഗേജ്മെൻറ്റ്, നിക്കാഹ്, വെഡ്ഡിങ്, പിന്നെ ആനിവേഴ്സറി, ബർത്ത്ഡേ ഇതുപോലുള്ള ഒക്കേഷൻസിൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിയിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ബൈ ഗായ്സ്, പിന്നെ കാണാം.